പണ്ട് പണ്ട് ഗോകുലത്തിൽ കണ്ണന്റെ സ്വന്തം വൃന്ദവനത്തിൽ കംസന്റെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്കും പശുക്കൾക്കും ആശ്വാസമായി കണ്ണൻ അവതരിച്ചു. കണ്ണന്റെ കുസൃതികളും അതിനോടൊപ്പം അവൻ ഗോകുലത്തെ രക്ഷിക്കാൻ നടത്തിയ പരാക്രമങ്ങളും നാടൊട്ടുക്ക് പാട്ടായി പരന്നു. ഒരു ദിവസം ഗോകുലത്തിലെ കാളിന്തി നദിക്കരയിൽ പന്ത് കളിക്കുകയായിരുന്നു കണ്ണനും കൂട്ടുകാരും. പെട്ടെന്ന് പന്ത് കാളിന്തി നദിയിലേക്ക് വീണു. കറുത്തിരുണ്ട നിറത്തിലൊഴുകുന്ന ആ നദിയിലേക്ക് ആർക്കും ഇറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എന്തെന്നാൽ കാളിയൻ എന്ന സർപ്പം കാളിന്തി നദിയെ വിഷലിപ്തമാക്കിയിരുന്നു. കൂട്ടുകാരുടെ സങ്കടം മാറ്റാനായി കണ്ണൻ കാളിയന്റെ വിഷം നിറഞ്ഞ നദിയിലേക്ക് ചാടി. കാളിയന്റെ ഓരോ ഫണയിലും കയറി നൃത്തം ചവിട്ടി ഒടുവിൽ കാളിയനെ കീഴടക്കി. കാളിയന്റെ ഫണങ്ങളിൽ നൃത്തമാടി തളർന്ന കണ്ണന്റെ ചിത്രം ഭക്തർക്ക് എന്നും അത്ഭുതമാണ്. പിന്നീട് കണ്ണന്റെ ബാല്യകാലത്ത് ഗോകുലത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ അരങ്ങേറി. തൃണാവാർത്തൻ, വത്സാസുരൻ, ബകാസുരൻ, അഘാസുരൻ എന്നിങ്ങനെ ഒട്ടനവധി രാക്ഷസന്മാരെ കണ്ണൻ തന്റെ ബാല്യകാലത്ത് വധിച്ചു. എന്നിരുന്നാലും കണ്ണൻ ഗോകുലത്തിലെ കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നു. കണ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ട് ഗോകുലം മുഴുവൻ ആനന്ദ